കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ ദിവസവും നമ്മൾ ദൈവവചന ചിന്തകളോടുകൂടെ ആരംഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ധന്യതയാണ്, അനുഗ്രഹമാണ്. നിങ്ങൾ പലരും ഈ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിപ്പാൻ ഇടയായി തീർന്നത്. നമ്മൾ ഇപ്രകാരം വായിച്ചു: മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ദൈവത്തിൻ്റെ ആ പർവ്വതത്തിലേക്ക് ചെല്ലാനുള്ളതായ മോശയുടെ തീരുമാനം. 2-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് കണ്ടു. 3-ാം വാക്യം: മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ മോശ തൻ്റെ ആടുകളെ കൊണ്ടുചെന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളതായ ഒരു പ്രവൃത്തിയാണ് മോശ ചെയ്തത്. തൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ, ഭാവിയെക്കുറിച്ചുള്ളതായ ഉത്കണ്ഠകൾ, ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്ന മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ഞാൻ ഈ ഒരു വാക്യം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്ന മറ്റൊരു വേദഭാഗമാണ്. വിശുദ്ധ വേദവസ്തുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ: ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ദൈവത്തെക്കുറിച്ചുള്ള ഒരു വാഞ്ച, ഒരു കാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ താല്പര്യത്തിന് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. അതിനോട് ദൈവം പ്രതികരിക്കുക തന്നെ ചെയ്യും. 42-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അങ്ങനെ ദാഹമുള്ളതായ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. മോശ അതുപോലെ ഒരു വാഞ്ചയോടുകൂടെ ഈ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ്. നോക്കിക്കേ, ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. മോശ അവിടെ കണ്ട കാഴ്ചയാണ് ഇവിടെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. നമ്മളിവിടെ ആദ്യം വായിക്കുന്ന ഭാഗം യഹോവയുടെ ദൂതൻ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്നുള്ളത് ആദ്യമാണ് കാണുന്നതെങ്കിലും മോശ ആദ്യം കണ്ടത് ഈ മുൾപടർപ്പ് കത്തുന്നതായിട്ടാണ്. ഇവിടെ മുൾപടർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കേവലം ഒരു കുറ്റിച്ചെടിയല്ല, മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതായ ഒരു കുറ്റിച്ചെടിയാണ് ഈ മുൾപടർപ്പ് എന്ന് പറയുന്നത്. അനേക വേദവചന ചിന്തകരും ഈ ഒരു ഭാഗത്തെ കർത്താവ് യേശുക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുമ്പോൾ അവൻ്റെ ശിരസിൽ വെച്ചതായ കിരീടം എന്ന് പറയുന്നത് ഒരു മുൾക്കിരീടമായിരുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മുൾപടർപ്പായിരുന്നു ഈ കുറ്റിച്ചെടി എന്ന് പറയുന്നത് പോലെ ഒരു മുൾപടർപ്പായിരുന്നു ഈ കുറ്റിച്ചെടി. ഈ കുറ്റിച്ചെടിയിൽ തീ പടരുന്നത് കണ്ടു മോശ. വാസ്തവത്തിൽ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മോശയെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതായ ഒരു പദ്ധതിയാണ്. ദൈവം എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മെ ദൈവം ആകർഷിക്കും പല സംഭവങ്ങളിലൂടെ. ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രയാസമായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു സംഭവമായിരിക്കാം. അതിലൂടെ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ മോശയ്ക്ക് അതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ യേശു അവളോട് പറഞ്ഞതായ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം എന്ന് പറയുന്നത്: നീ പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല.
ഈ ഒരു പ്രവചനം അവളെ യേശുവിലേക്ക് ആകർഷിച്ചുവെന്നും യേശു പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നാണെന്നും അവൾ യേശുവിനെ ആ നിലയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ദൈവം ഈ മോശയെ തൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ, ഒരു ഹൃദയവാഞ്ചയോടുകൂടെ വന്നവനായ വ്യക്തിയെ തൻ്റെ അടുക്കിലേക്ക് അടുത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായ ഒരു ദൈവിക പ്രവൃത്തി. അതുകൊണ്ടാണ് ആര് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ അടുക്കിലേക്ക് ദൈവം നിശ്ചയമായും ഇറങ്ങി വരും. ഇവിടെ മോശ കണ്ടതായ ഈ കാഴ്ച എന്ന് പറയുന്നത് അവനെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആ അത്ഭുതം എന്ന് പറയുന്നത് മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഇല പോലും വാടുകയോ കരിയുകയോ ഒന്നും ചെയ്യാതെ അത് വളരെ സജീവമായി നിൽക്കുന്നു. അതേസമയം തന്നെ തീ ആളിക്കത്തുകയും ചെയ്യുന്നു. ഈ വലിയ കാഴ്ച എന്തെന്ന് കാണുവാൻ ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ചെന്ന് നോക്കുന്നതായ മോശ, വാസ്തവത്തിൽ അവൻ ചെന്ന് നോക്കുമ്പോൾ അവൻ ചെല്ലുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നു നാം അവൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ. അവൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവൻ നമ്മളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. പലരും പറയാറുണ്ട്, ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചൊരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാകണം, ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്രകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതേ, ദൈവം നമ്മെ ഇന്ന് ഓരോരുത്തരെയും വിളിക്കുകയാണ് നാം അവൻ്റെ സന്നിധിയിലേക്ക് കടന്നെല്ലുവാൻ. ഒരുപക്ഷേ നിങ്ങൾ വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷേ നാളുകളിൽ നിങ്ങൾക്ക് വളരെ ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളിൽ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയും. ആ ഒരു ചിന്തയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ അടുക്കിലേക്കും കടന്നു വരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയാതിരിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളോട് അങ്ങയുടെ വചനം സംസാരിച്ചു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു വാഞ്ച ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം ഞങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരും. ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയോട് സംസാരിപ്പാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാവുന്ന രൂപാന്തരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ തക്കോണം നീ അവരെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.